നാവികസേനയുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിച്ച് 3 പുതിയ യുദ്ധക്കപ്പൽ കൂടി സേനയിലേക്ക് എത്തി. തദ്ദേശമായി നിർമ്മിച്ച INS ദുനാഗിരി, INS സംശോധക്, INS ആഗ്രൈ എന്നീ കപ്പലുകളാണ് ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമായത്. നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ 3 കപ്പലുകളും കമ്മീഷൻ ചെയ്തത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമുദ്രാതിർത്തികളുടെ സംരക്ഷണത്തിനും ശക്തമായ നാവികസേന വളരെ പ്രധാനമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും സുരക്ഷാ രംഗത്തുമുള്ള മുന്നേറ്റത്തിലും സമുദ്രശേഷി വലിയ പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ സാന്നിധ്യവും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ 3 കപ്പലുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ തദ്ദേശീയ നിർമ്മാണമാണ്. രാജ്യത്തിനുള്ളിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ കപ്പലുകൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെ മറ്റൊരു ഉദാഹരണമാണ്. കപ്പലുകളുടെ ഏകദേശം 75% ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണ്. രാജ്യത്തെ 200-ലധികം ചെറുകിട ഇടത്തര സ്ഥാപനങ്ങളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇതിലൂടെ പ്രതിരോധ മേഖലയിൽ മാത്രമല്ല വ്യാവസായിക മേഖലയിലും വലിയ ഉണർവ് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. INS ദുനാഗിരി ഈ 3 കപ്പലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് ഈ കപ്പലിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. പ്രോജക്ട് 70A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 5ാമത്തെ യുദ്ധക്കപ്പലാണിത്. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സെൽത്തറ്റ് ഫ്രീഗറ്റ് വിഭാഗത്തിൽപ്പെട്ട കപ്പലാണിത്. അതുകൊണ്ട് തന്നെ യുദ്ധ സാഹചര്യങ്ങളിൽ വലിയ മുൻതൂക്കം നേടാൻ നാവികസേനയ്ക്ക് സാധിക്കും. ദുനാഗിരിയിൽ അത്യാധുനിക ആയുധ സംവിധാനങ്ങളും സെൻസറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മിസൈലുകളിൽ ഒന്നായ കണക്കാക്കപ്പെടുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകളും ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആയതിനാൽ സമുദ്രത്തിൽ നിന്ന് ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ ഈ കപ്പലിന് കഴിയും. സുരക്ഷാ പ്രവർത്തനങ്ങളിലും യുദ്ധ സാഹചര്യങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ശക്തമായ യുദ്ധക്കപ്പലായി ദുനാഗിരിയെ കണക്കാക്കുന്നു. INS സംശോധക് മറ്റൊരു പ്രധാന കൂട്ടിച്ചേർക്കലാണ്. തീരദേശത്തും ആഴക്കടലിലുമായി വിവിധ സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പ്രത്യേക കപ്പലാണിത്. സമുദ്രത്തിന്റെ ആഴം, അടിത്തറയുടെ ഘടന, ജലപാതകളുടെ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ ഇത്തരത്തിലുള്ള കപ്പലുകൾ ആവശ്യമാണ്. നാവികസേനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും പുതിയ തുറമുഖ പദ്ധതികൾക്കും ഇത്തരം വിവരങ്ങൾ വളരെ പ്രയോജനപ്പെടും. ഇന്ത്യയുടെ 4ാമത്തെ വലിയ സർവേ കപ്പലാണ് സംശോധക്. INS ആഗ്രൈ ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ്. കടലിനടിയിൽ പ്രവർത്തിക്കുന്ന ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുകയും അവയെ നേരിടുകയും ചെയ്യുകയാണ് ഈ കപ്പലിന്റെ പ്രധാന ദൗത്യം. ഇന്നത്തെ കാലത്ത് സമുദ്ര സുരക്ഷയിൽ അന്തർവാഹിനികളുടെ പങ്ക് വളരെ വലുതാണ്. ആയതിനാൽ അത്തരം ഭീഷണികളെ നേരിടാൻ ആഗ്രൈ പോലുള്ള കപ്പലുകൾ നാവികസേനയ്ക്ക് വലിയ കരുത്താകും. ഈ 3 കപ്പലുകളും സേനയിലേക്ക് എത്തിയതോടെ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടും. രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്രപാതകളിൽ നിരീക്ഷണം നടത്തുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനും ഇവ സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കുന്നതിലും ഈ കപ്പലുകൾക്ക് പ്രധാന പങ്കുണ്ട്. കപ്പലുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഗാർഡിയൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡും ഈ നേട്ടത്തെ വലിയ അഭിമാനമായാണ് കാണുന്നത്. സ്ഥാപനത്തിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PR ഹരി ഈ കമ്പനിയുടെ കപ്പൽ നിർമ്മാണ മികവിന്റെ മറ്റൊരു തെളിവാണെന്ന് പറഞ്ഞു. മികച്ച സാങ്കേതിക വിദ്യ, കാര്യക്ഷമമായ പദ്ധതി നിർവഹണം, ഉയർന്ന നിലവാരത്തിലുള്ള നിർമ്മാണം എന്നിവയുടെ ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയിൽ ഇത്തരം പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം രാജ്യത്ത് തന്നെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ വളർച്ചയുടെ വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ച പുതിയ കരുത്ത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും മറ്റൊരു സുപ്രധാന മുന്നേറ്റമായി മാറുകയാണ്. സുരക്ഷയും സാങ്കേതിക മികവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഈ 3 കപ്പലുകളും പുതിയ ശക്തിയും ആത്മവിശ്വാസവും പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ 2 യുദ്ധക്കപ്പലുകൾ കൂടി നാവികസേനയിൽ ചേർന്നേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതോടെ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശക്തി കൂടുതൽ ഉയരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.